യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷെമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഈശോയിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഡ്രസ് കോഡുണ്ട്. അതുമായി ബന്ധപ്പെട്ട 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നമ്മൾ ദൈവമക്കളെന്ന നിലയിൽ ധരിക്കേണ്ടതായിട്ടുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയാം, ഡ്രസ് കോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ധ്യാനിയുടെ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞങ്ങളുടെ തന്നെ അച്ഛന്മാർ അവർ നടത്തുന്ന ഒരു സ്ഥാപനം, അവർ മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ യൂണിഫോം, സ്കൂളുകളിലേക്കുള്ള യൂണിഫോം തയ്ച്ചു കൊടുക്കുക. ഓർഡർ എടുത്ത് അവർ ഒരു വലിയൊരു സ്കെയിലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് അച്ഛൻ തമാശനാണേലും പറയായിരുന്നു, നിങ്ങൾ അവിടെ ശുശ്രൂഷകരൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ഡ്രസ്സ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തയ്ച്ചു തരാമെന്ന്. ഡ്രസ് കോഡ് നമുക്കറിയാം, നേഴ്സുമാരുടെ ഡ്രസ് കോഡല്ല പട്ടാളക്കാർക്കുള്ളത്. വേണമെങ്കിൽ ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെയോ ഡ്രസ് കോഡല്ല ഡോക്ടർമാർക്കുള്ളത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ് കോഡുണ്ട്. അവർ സാധാരണ ഉപയോഗിക്കാറുള്ള ആയുധങ്ങളും വ്യത്യസ്തമായിരിക്കാം. ടീച്ചർമാർ ഉപയോഗിക്കുന്ന ആയുധമല്ല പട്ടാളക്കാർ. ഒരുപക്ഷെ ടീച്ചർമാർ പാഠപുസ്തകവുമായിട്ട് പോകുമ്പോൾ പട്ടാളക്കാർ പോകുന്നത് തോക്കുമായിട്ടാണ്. അപ്പം അങ്ങനെ ഡ്രസ് കോഡ്, അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ അതെല്ലാം വ്യത്യസ്തമായിരിക്കാം. ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ദൈവമക്കൾ ധരിക്കേണ്ടതായിട്ടുള്ള ഡ്രസ് കോഡ് അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലതായിരിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 29-30 വചനങ്ങൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം ചിന്തിക്കാം. പ്രഭാഷകൻ 19, 29, 30 വചനങ്ങൾ. ഒരു മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്ന 3 കാര്യങ്ങളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വേഷം, ചിരി, നടപ്പ്. ഒരു വ്യക്തിയുടെ വേഷം, ഒരു വ്യക്തിയുടെ ചിരി, ഒരു വ്യക്തിയുടെ നടപ്പ്, ഈ 3 കാര്യങ്ങൾ ആ വ്യക്തിയുടെ സത്വം വെളിപ്പെടുത്തും. ഉള്ളിൽ എന്താണെന്നുള്ളത് പുറത്തോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് വേഷം, ചിരി, നടപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് വേഷമാണ്. വേഷം, ആ വേഷത്തെക്കുറിച്ച് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിനി ഒന്നാമതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, വേഷം, വസ്ത്രം കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. വസ്ത്രം കൂടിയാലും കുറഞ്ഞാലും അത് പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കണം. വസ്ത്രമോടി കൂടിപ്പോയാൽ പ്രശ്നമാകാം. നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്,
നിങ്ങളുടെ അലങ്കാരം ബാഹ്യമോടികളായ പിന്നിയ മുടിയോ വിശേഷ വസ്ത്രങ്ങളോ അല്ല. ബാഹ്യമോടികളല്ല, അല്ലെങ്കിൽ വിശേഷ വസ്ത്രമല്ല നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട അലങ്കാരം. ചിലപ്പോൾ നമ്മൾ വസ്ത്രത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് പോകാനുള്ള കാരണം നമുക്ക് മാർഗഭ്രംശം സംഭവിച്ചതായിരിക്കാം. മാർഗഭ്രംശം ദൈവമക്കൾക്ക് സംഭവിച്ചാൽ ചിലപ്പോൾ അവർ അമിതമായിട്ട് വസ്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകാം. ശരിക്കും ദൈവമക്കളുടെ വസ്ത്രം എന്തായിരിക്കണം എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വീണ്ടും നമ്മൾ യെശയ്യായുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ യെശയ്യാ 3:22-23 വചനങ്ങൾ വായിക്കുമ്പോൾ സിയോൺ പുത്രിക്ക് താക്കീതായിട്ട് ദൈവം കൊടുക്കുന്ന ചില കാര്യങ്ങൾ. ഇനി അവിടെ ബാഹ്യമോടികളായ വിശേഷ വസ്ത്രങ്ങളുടെ പുറകെ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ലോലമായ വസ്ത്രം. ആവശ്യത്തിന് വസ്ത്രം ഇല്ലാത്തത് ഒരു പ്രശ്നമാകാം. വസ്ത്രം കൂടിയാലും വസ്ത്രം കുറഞ്ഞാലും അതൊരു പ്രശ്നത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കാം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വസ്ത്രധാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ സത്വം വെളിപ്പെടുത്തുന്നതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളത് മറക്കാതിരിക്കാം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം 45 മുതലുള്ള വചനങ്ങൾ എടുക്കുമ്പോൾ, പക്ഷേ വചനം അറിയാത്തത് കൊണ്ട് ഒരുപാട് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവമക്കളാണെങ്കിലും ദൈവമക്കൾക്ക് പോലും ഒരുപാട് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വചനം പറയുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലേവ്യർ 13:45 മുതൽ വായിച്ചാൽ കീറിയ വസ്ത്രം ആർക്കുള്ളതാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. കീറിയ വസ്ത്രം ധരിക്കേണ്ടത് കുഷ്ഠരോഗികളാണ്. ദൈവമക്കളല്ല, കുഷ്ഠരോഗികൾ. ദൈവമക്കൾക്ക് അത് ഭൂഷണമാകില്ല. കുഷ്ഠരോഗമുള്ളവർ കീറിയ വസ്ത്രം ധരിക്കണം, മേൽചുണ്ട് മറയ്ക്കണം, മുടി ചീകരുത്, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. ഇതെല്ലാം ആർക്കുള്ളതാണെന്ന് ആ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വചനമറിയാതിരുന്നാൽ പല വിധത്തിലുള്ള ഭോഷത്വങ്ങൾ, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള വിളി കേട്ടുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ പോകുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകാം. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനി ധരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ വസ്ത്രമായിട്ട് മാറുന്നത് യേശു ക്രിസ്തുവാണ്. ഇതേക്കുറിച്ച് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വചനം. റോമ 13:14 വചനം പറയുന്നത്, നീ യേശു ക്രിസ്തുവിനെ ധരിക്കണം. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ നമുക്ക് യേശു ക്രിസ്തുവിനെ ധരിക്കാൻ പറ്റും. യേശു ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിലായിരിക്കുക. ഞാനിപ്പോൾ ലോഹ ഇട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ കൂടുതൽ ഭാഗവും ഈ ലോഹയ്ക്കുള്ളിലാണ്. യേശു ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലായി തീരുക. വീണ്ടും നമുക്ക് 2 കൊറിന്തോസ് 5-ാം അധ്യായം 17-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. നമ്മൾ പഴയ കാര്യങ്ങൾ വിട്ടിട്ട്, പഴയ ചിന്താരീതികൾ വിട്ടിട്ട്, പഴയ നമ്മുടെ ജീവിത പെരുമാറ്റങ്ങൾ വിട്ടിട്ട് നമുക്ക് യേശു ക്രിസ്തുവിലായ ഒരു വ്യക്തിയെപ്പോലെ പുതുമയിൽ ജീവിക്കാൻ പറ്റണം, പുതുമയിൽ ചിന്തിക്കാൻ പറ്റണം, പുതുമയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതാണ് യേശു ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിക്കണം. പല വ്യക്തികളും അവരുടെ ജീവിതത്തിലേക്ക് മറ്റു പലരിൽ നിന്നും പല ആഹ്വാനങ്ങൾ വന്നിട്ട് അതിലേക്ക് പോകാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ വഴികളിലൂടെ
പോകാൻ പറ്റില്ല. കാരണം അവർ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തി. നമ്മുടെ ഉള്ളിലും ക്രിസ്തു ഉണ്ടായിരിക്കണം, നമ്മൾ ക്രിസ്തുവിൻ്റെ ഉള്ളിലായിരിക്കുകയും ചെയ്യണം. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ, നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഒരു ക്രിസ്ത്യാനി ധരിക്കേണ്ടത് ആത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ധരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ ധരിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മറ്റ് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ഭൂഷാദികളിലേക്ക് പോകേണ്ട കാര്യം വരില്ല. അതില്ലാതെ തന്നെ ആത്മാവിനെ ധരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സൗന്ദര്യം, ആത്മീയ സൗന്ദര്യമുണ്ട്. പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കുമെന്നാണ് 1 കൊറിന്തോസ് 13:10 നമ്മൾ വായിക്കുക. അപ്പം അതുകൊണ്ട് ആത്മാവിനെ ധരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുടെ പുറകെ പോകേണ്ട ആവശ്യം അവർക്ക് വരത്തില്ല. അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരില്ല. അതിനോടൊരു ആസക്തി അവർക്കുണ്ടാകില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സന്ദേശം വളരെ ക്ലിയറാണ്. നമ്മൾ ധരിക്കേണ്ടത് ആത്മാവിനെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ വിശേഷ വസ്ത്രങ്ങളോ ഇതൊന്നുമല്ല നിങ്ങളുടെ അലങ്കാരം. ഇതൊന്നുമല്ല നിങ്ങളുടെ അലങ്കാരം. മറിച്ച് ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവിനെ അണിഞ്ഞ ആന്തരിക സൗന്ദര്യം. ആത്മാവിനെ നമുക്ക് അണിയാൻ പറ്റും. ആത്മാവിനെ വസ്ത്രം പോലെ നമുക്ക് ധരിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സൗമ്യത, ശാന്തത. നമുക്ക് സൗമ്യമായിട്ട് പെരുമാറാൻ പറ്റും. നമുക്ക് സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു ശാന്തത അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തെ അറിയണമെങ്കിലും ഈ ശാന്തത നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കീർത്തനം 46:10 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഈ ശാന്തത കൈവരിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അണിയണം. ആത്മാവിനെ നമ്മൾ ധരിക്കുന്നത് മറ്റ് വിശേഷ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനേക്കാൾ വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. 4-മതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് പുണ്യങ്ങൾ ധരിക്കാൻ പറ്റും. പുണ്യങ്ങൾ, അതിലേതാനും ചില പുണ്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗമാണ് കൊളോസസ് 3:12. നമുക്കറിയാമല്ലോ, പാപത്തിൻ്റെ കെടുതി നീങ്ങണമെങ്കിൽ പുണ്യങ്ങൾ നമ്മളിൽ തഴച്ചു വളരണം. കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപം മൂലം വന്ന ചില കെടുതികൾ അത് മാറിക്കിട്ടണമെങ്കിൽ ഇനി നമ്മൾ പുണ്യങ്ങൾ അഭ്യസിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കണം. ഒരു 5 പ്രധാനപ്പെട്ട പുണ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. കൊളോസസ് 3:12. കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ. ഈ 5 പുണ്യങ്ങൾ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മൾ ധരിക്കണം. അതാണ് വചനം പറയുക. കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ദൈവവചനം പകൽ പോലെ വ്യക്തമാക്കിയാണ് ഈ പുണ്യങ്ങൾ നമ്മൾ ധരിക്കണം. ഞാനൊരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നോക്കുമ്പോൾ ആ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ 5 പുണ്യങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ പെടണം. അവർ നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റണം നമ്മൾ ഈ 5 പുണ്യങ്ങൾ ധരിച്ചവരാണ് എന്നുള്ളത്. 5-മത്തെ കാര്യമാണ് പ്രകാശം വസ്ത്രം പോലെ ധരിക്കുക എന്നുള്ളത്. അത് ദൈവത്തിനും മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സങ്കീർത്തനം 104 2-ാമത്തെ വചനം വായിച്ചാൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ വസ്ത്രം പോലെ പ്രകാശം ധരിച്ചിരിക്കുന്നു.
മഹത്വം ധരിച്ചിരിക്കുന്ന, പ്രകാശം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അതാണ് വചനം. അപ്രകാരമാണ് ദൈവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം 34 അതിൻ്റെ 29-30 വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തേജസ് ധരിച്ച, പ്രകാശം ധരിച്ച ഒരു വ്യക്തിയായിട്ടാണ് മോശെ അവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. അവന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. അവർക്ക് അവനെ നേരെ നോക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ നമുക്കൊക്കെ പ്രകാശം ധരിക്കാൻ പറ്റും. ലൂക്കാസ് വിശേഷം 11-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം. ഇരുള് നിറഞ്ഞ ഒരവയവം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കണ്ണിൽ ഇരുള് നിറഞ്ഞിരിക്കുമ്പോഴാണ് ആ കണ്ണുകൊണ്ട് പാപം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവുക. മറിച്ച് ആ കണ്ണുകൾ പ്രകാശത്തിലാണെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ദൈവ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വസ്ത്രം പോലെ നമുക്ക് ധരിക്കാവുന്ന ഒന്നാണ് ദൈവിക തേജസ്, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ പ്രകാശം. ആ പ്രകാശം നമ്മൾ പ്രാർത്ഥിച്ച് ഏറ്റെടുത്ത് ആ പ്രകാശത്തിലുള്ള ജീവിതം നമ്മൾ നയിക്കണം. 6-ാമത്തെ കാര്യം, നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കണം. ഒരു പുതിയ മനുഷ്യനെ, പഴയ മനുഷ്യനെ അതിനെ ആദ്യം ഉരിഞ്ഞു മാറ്റണം. എന്നിട്ട് പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. എഫേസസ് 4-ാം അധ്യായം 22 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം അതാണ്. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ, പാപം ചെയ്യിച്ചു കൊണ്ടിരുന്ന ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം, പുതിയ മനോഭാവം ധരിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പുതിയ വീഞ്ഞാരും പഴയ തോൽക്കുടത്തിൽ കൊണ്ട് ഒഴിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മാറ്റം വരുത്തിയാൽ, യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് അവന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു പുതിയ കാഴ്ചപ്പാടുണ്ടാകണം, പുതിയ ആദർശങ്ങൾ നമുക്കുണ്ടാകണം. അങ്ങനെ അവയുടെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കുന്ന, പ്രകാശത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായിട്ട് നമ്മൾ മാറണം. പുതിയ മനുഷ്യനാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. അവസാനമായിട്ട് 7-ാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. എഫേസസ് 6-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 10 മുതൽ 17 വരെയുള്ള വചനഭാഗം വായിച്ചാൽ ഈ 6 ആയുധങ്ങളും അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, ദൈവവചനം. 6 ആയുധങ്ങൾ, ദൈവത്തിൻ്റെ ആയുധങ്ങൾ. സാത്താൻ്റെ 6 ആയുധങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് നമ്മുടെ ആത്മീയ സമരത്തിൽ വിജയം വരിക്കാൻ നമ്മളെ സഹായിക്കുന്ന 6 ആയുധങ്ങളാണ് സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, ദൈവവചനം എന്നീ ദൈവത്തിൻ്റെ ആയുധങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ആയുധങ്ങളേന്തി ആത്മീയ സമരത്തിൽ വിജയം വരിച്ച് നിത്യമഹത്വത്തിന് അർഹരാകുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് നമുക്കിനി പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വചനം നമ്മൾ കേട്ടു. വചനം മാംസമായ ഈശോയോട് ചേർന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടതെല്ലാം അവൻ്റെ കരങ്ങളിലുണ്ട്. ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടത് സൗഖ്യമാണെങ്കിൽ സൗഖ്യം കർത്താവ് തരും. നമുക്ക് വേണ്ടത് സമ്പത്താണെങ്കിൽ സമ്പത്ത് കർത്താവ് നമുക്കായിട്ട് ഒരുക്കും. നമുക്ക് ആ ബോധ്യത്തോടെ ഈ സമയം പ്രാർത്ഥിക്കാം. ദൈവം ഹൃദയം പരിശോധിക്കുന്നവനാണ്. സുഭാഷിതങ്ങൾ 16:2 17:3 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യമാണ്, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനാണ്. അതുപോലെ തന്നെ കർത്താവ് നമ്മുടെ ബാഹ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത്, നമ്മുടെ ഡ്രസ്സ് നമ്മുടെ സത്വം വെളിപ്പെടുത്തും. നമ്മുടെ ഡ്രസ് കോഡ് അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം.
ദൈവമക്കളെന്ന നിലയിൽ നമ്മൾ നമ്മൾ ധരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വചന വെളിച്ചത്തിൽ നമ്മൾ കണ്ടു. യേശു ക്രിസ്തുവിനെ ധരിച്ച് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏതാനും നിമിഷങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവികമായിട്ടുള്ള ഒരു തേജസ് നമ്മൾ ഓരോരുത്തരുടെ മേലും വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഏതാനും നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്വർഗം തുറക്കണമേ, അവിടുത്തെ ദിവ്യ തേജസ് ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. ഞങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ മുഖപ്രകാശത്തിലാണ് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ പോലും വെളിപ്പെടുന്നത്. കർത്താവെ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം തിരിച്ചറിഞ്ഞ് അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം, മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ എല്ലാം ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കർത്താവിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം. ദൈവത്തോട് ചേർന്ന് വസിക്കുന്നത് ആനന്ദത്തിന് കാരണമാകും. സങ്കീർത്തനം 73:28 നമ്മളിൽ നിറവേറട്ടെ. എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. നമ്മുടെ മനോവികാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ, ഇവയെല്ലാം ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റും, കൊണ്ടുവരാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. കർത്താവേ, അങ്ങ് സർവശക്തനാണ്, അങ്ങ് നിത്യം ജീവിക്കുന്നവനാണ്, അങ്ങ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുവാൻ അങ്ങ് സമ്പന്നനുമാണ്. ഞങ്ങൾ ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന സകല കാര്യങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥനിൽ വിശ്വാസം അർപ്പിക്കാം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉരിഞ്ഞു മാറ്റേണ്ട പാപങ്ങൾ, പാപ ജീവിതം, അതെല്ലാം ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുക? എന്തെല്ലാമാണ് എൻ്റെ പഴയ മനുഷ്യൻ, അതുമായി ബന്ധപ്പെട്ട പാപങ്ങൾ ഉരിഞ്ഞു മാറ്റാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഉരിഞ്ഞു മാറ്റുന്നത് വേദനാജനകമായി തോന്നിയേക്കാം, പക്ഷെ ഉരിഞ്ഞു മാറ്റണം. അപ്പോഴാണ് യേശുക്രിസ്തുവിനെ ധരിക്കാൻ, ഒരു പുതിയ മനുഷ്യനെ ധരിക്കാൻ, ഒരു പുതിയ മനോഭാവം ധരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. പാപങ്ങളോട് വിട പറഞ്ഞ് പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ കണ്ടു ഏതെല്ലാം വിധത്തിലുള്ള പുണ്യങ്ങളാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മൾ ഓരോരുത്തരും വന്ന് നിറയുവാൻ, അത് നമ്മളിൽ സൗഖ്യമായി മാറുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ കരമുയർത്തി ഇവരെ ആശീർവദിക്കണമേ. ഈശോയെ, അങ്ങയുടെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടതെല്ലാം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ കേട്ട വചനം ഇവരുടെ ജീവിതത്തിൽ ഫലമണിയുവാൻ, ആ വചനം മാംസം ധരിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവേ, അവിടുത്തെ ആശീർവദിക്കുന്ന കരം ഈ മക്കളുടെ മേൽ ഉയർത്തണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും ആശീർവദിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാ